സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കഫോൾഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ഭാഗം കൂടെ സ്കഫോൾഡിങ്ങിൽ കവർ ചെയ്യാനുണ്ട്. പിന്നെ മൂന്നാമത്തെ ടെമ്പററി സ്ട്രക്ചർ ആയിട്ടുള്ള അണ്ടർ പിന്നിങ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോസിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിൽ ആദ്യത്തേത് സസ്പെൻഡഡ് സ്കഫോൾഡിങ്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുകളിൽ നിന്നും എന്തെങ്കിലും തൂക്കിയിടുകയാണെങ്കിൽ അതിനെ നമ്മൾ സസ്പെൻഡഡ് എന്ന് പറയും, അല്ലേ? അതുപോലെയാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ്. മുകളിൽ നിന്നും ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, അല്ലേ? അതിൻ്റെ മേൽക്കൂരയിൽ നിന്നും റോപ്പ് ഉപയോഗിച്ചോ വയർ ഉപയോഗിച്ചോ നമ്മൾ തൂക്കിയിട്ടിട്ടാണ് ചെയ്യുന്ന ഒരു വർക്കാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ് എന്നത്. അപ്പോൾ ഇവിടെ വർക്കിംഗ് പ്ലാറ്റ്ഫോം, സസ്പെൻഡഡ് സ്കഫോൾഡിങ്ങിലെ വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യും? റൂഫിൽ നിന്നും റോപ്പ് വഴിയോ വയർ ഓർ ചെയിൻ വഴിയോ തൂക്കി ഇട്ടിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ടൈപ്പ് സ്കഫോൾഡിങ് ആണ്, വെയിറ്റ് കുറവാണ് ഈ സസ്പെൻഡഡ് സ്കഫോൾഡിങ്. ഇത് സാധാരണ മെയിൻ്റനൻസ് വർക്കിനാണ് ഉപയോഗിക്കുക. പെയിൻറ്റിങ് വർക്ക്, പോയിൻറ്റിങ്, വൈറ്റ് വാഷിങ്, ഡിസ്റ്റേമ്പറിങ്, ഇങ്ങനെയൊക്കെയുള്ള മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ടാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഗ്രൗണ്ടിൽ നമുക്ക് സ്കഫോൾഡിങ് വെക്കാൻ കഴിയില്ല എങ്കിൽ, കാരണം ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്താണ് നമ്മൾ സസ്പെൻഡഡ് സ്കഫോൾഡിങ് ഉപയോഗിക്കുക. കാരണം ഈ സ്കഫോൾഡിങ് മുകളിൽ നിന്ന് തൂക്കിയിടുക ചെയ്യണം, താഴത്ത് ഫിക്സ് ചെയ്യുന്നതല്ല. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് നമുക്കൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യും. അതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ്. ഇത് കണ്ടോ, ഒരു റോപ്പിൽ നിന്നും ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ്, അതാണ് സസ്പെൻഡഡ് സ്കഫോൾഡിങ് എന്നത്. ഇത് വേറൊരു ഫിഗറാണ്. ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് റോപ്പ് വഴി കണ്ടോ അങ്ങനെ തൂക്കിയിട്ട രീതിയിലാണ്. കണ്ടോ, ഈ വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ത് ചെയ്യുന്നു? ഈ റൂഫിൽ നിന്നും റോപ്പ് വഴിയോ വയർ വഴിയോ തൂക്കിയിട്ട നിലയിലാണ് ഉള്ളത്. ഇനി അടുത്തത് ട്രസ്റ്റൽ സ്കഫോൾഡിങ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിലെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഒരു ലാഡറിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ട്രിപ്പോഡിൻ്റെ ഇടയിലോ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എന്താണ് ട്രസ്റ്റൽ സ്കഫോൾഡിങ്? എന്താണ്, ഒരു മൂവബിൾ ആയിട്ടുള്ള ലാഡറോ ട്രിപ്പോഡിൻ്റോ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ അതാണ് ട്രസ്റ്റൽ സ്കഫോൾഡിങ്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഈ ഒരു ഫിഗർ നോക്കൂ, ഇതൊരു ട്രിപ്പോഡല്ലേ? ഇതൊരു ട്രിപ്പോഡാണ് അല്ലേ? അപ്പം ഇതിനിടയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കഫോൾഡിംഗ് ആണ് ട്രസ്റ്റൽ സ്കഫോൾഡിങ്. ചിലപ്പോൾ ലാഡർ എന്ന് പറഞ്ഞാൽ ഏണിയാണ് കേട്ടോ. പിന്നെ വീല് പറഞ്ഞാൽ ചക്രം. അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ ഈ വർക്കിംഗ് പ്ലാറ്റ്ഫോം വെക്കാറുണ്ട്. ഇത് സാധാരണ മൈനർ ആയിട്ടുള്ള റിപ്പയറിംഗ് വർക്ക്, അതായത് നമ്മുടെ പെയിൻറ്റിങ് വർക്ക്, ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള പെയിൻറ്റിങ് വർക്ക്, അങ്ങനത്തെ സാഹചര്യത്തിലാണ് ട്രസ്റ്റൽ സ്കഫോൾഡിങ് ഉപയോഗിക്കുന്നത്. ഇതിന് സാധാരണ 5 മീറ്റർ സപ്പോർട്ടിംഗ് സർഫസിൽ നിന്നും 5 മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് ഈ ഒരു സ്കഫോൾഡിംഗ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റീൽ സ്കഫോൾഡിംഗ് ആണ്. ആ പേര് പറഞ്ഞ പോലെ സ്കഫോൾഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ കൊണ്ടാണ്. 40 മുതൽ 50 mm ഡയമീറ്ററും 5 mm തിക്നെസ്സുമുള്ള സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സ്കഫോൾഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ടിമ്പറല്ലേ ഉപയോഗിക്കാറുള്ളത്, അതിന് പകരം സ്റ്റീൽ ട്യൂബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റീൽ ട്യൂബ് സ്റ്റാൻഡേർഡ് ലെങ്ത്തിലും അതേപോലെ തന്നെ ഡയമെൻഷൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റീൽ സ്കഫോൾഡിങ്ങിൻ്റെ ഗുണം എന്താണ്? ഇത് നമുക്ക് ഏതൊരു ഹൈറ്റിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്ട്രോങ് ആണ്, കുറേ കാലം ഈട് നിൽക്കുകയും ചെയ്യും. ഇതിന് ഈസി ആയിട്ട് നമുക്ക് ഇറക്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താ ഡിസ്മാൻഡിൽ? പൊളിച്ചെടുക്കാൻ പറ്റും. പൊളിച്ചെടുക്കുന്നതാണ് ഡിസ്മാൻഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ഈസി ആയിട്ട് ഇറക്റ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാനും പറ്റും. ഇതിന് ഹൈ സ്ക്രാപ്പ് വാല്യൂ ആണുള്ളത്. ഹൈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ വർക്ക് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് നമുക്കിത് ഡിസ്മാൻഡിൽ ചെയ്ത് വിറ്റാലും നമുക്കൊരു വാല്യൂ കിട്ടൂലേ? അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. കാരണം ആക്രിയില്ല എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ആ സ്ട്രക്ചർ ആവശ്യം കഴിഞ്ഞ് അത് ഡിസ്മാൻഡിൽ ചെയ്യും അല്ലേ, പൊളിച്ചെടുക്കും. അപ്പോൾ അത് വിറ്റാലും നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഉണ്ട്. സ്റ്റീലായതുകൊണ്ട് വാല്യൂ ഉണ്ട് അല്ലേ.
അപ്പോൾ നമുക്കൊരു പൈസ ഇങ്ങോട്ട് തിരിച്ച് കിട്ടും, ആക്രിവില എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സ്ക്രാപ്പ് വാല്യൂ കൂടുതലാണെന്ന് പറയുന്നത്. ടിമ്പറിനേക്കാളും വാല്യൂ കൂടുതലല്ലേ സ്റ്റീലിന് വിറ്റ് കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി പാറ്റൻഡ് സ്കഫോൾഡിംഗ് ആണ്. അപ്പം ഇന്നത്തെ കാലത്ത് പാറ്റൻറ്റഡ് സ്കഫോൾഡിങ് സ്റ്റീൽ കൊണ്ടും പിന്നെ സ്പെഷ്യൽ ടൈപ്പ് കപ്ലിങ്ങും ഫ്രെയിമും ഒക്കെ വെച്ചിട്ട് നിർമ്മിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ ടെമ്പററി സ്ട്രക്ചറാണ് പറയാനുള്ളത്. സ്കഫോൾഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ടെമ്പററി സ്ട്രക്ചറാണ് അണ്ടർ പിന്നിങ്. എന്താണ് അണ്ടർ പിന്നിങ്? നമ്മൾ ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ, ആ ഒരു ഫൗണ്ടേഷന് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ടെമ്പററി സ്ട്രക്ചറാണ് അണ്ടർ പിന്നിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ദ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ below an existing foundation or the process of strengthening the existing foundation is known as underpinning of foundation. എന്താണ് underpinning of foundation എന്ന് പറയുന്നത്? നമുക്ക് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ മാറ്റി വേറൊരു ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കണം. ഒരു ഷാലോ ഫൗണ്ടേഷൻ ആണ് ഉള്ളതെങ്കിൽ അത് മാറ്റി നമുക്ക് പൈൽ ഫൗണ്ടേഷൻ കൊടുക്കണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ അണ്ടർപിന്നിങ് ഫൗണ്ടേഷൻ ഉപയോഗിക്കും. കാരണം ഉള്ള ഫൗണ്ടേഷനെ, ആ ബിൽഡിങ്ങിലുള്ള ഫൗണ്ടേഷനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലേ? താങ്ങി നിർത്തിയാൽ മാത്രമല്ലേ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഉള്ള ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്താനുള്ള ഒരു ഫൗണ്ടേഷനാണ് അണ്ടർപിന്നിങ്. പിന്നെ വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷനിലെ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ, അവിടെ ഉള്ള ഫൗണ്ടേഷനെ സ്ട്രെങ്തൺ ചെയ്യാം, കൂടുതൽ സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ടും അണ്ടർപിന്നിങ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ പ്ലേസ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ എൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഓർ ദ പ്രോസസ് ഓഫ് സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഈസ് നോൺ ആസ് അണ്ടർപിന്നിങ് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പം ഏതൊക്കെ സിറ്റുവേഷനിലാണ് അണ്ടർപിന്നിങ് ഉപയോഗിക്കുന്നത്? നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെ കണ്ടതാണ് അല്ലേ. അപ്പം ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്, A building with a deep foundation is to be constructed to adjoining existing building. നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം നമുക്കുള്ള ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു വലിയ ഡീപ്പ് ഫൗണ്ടേഷൻ വെച്ചിട്ട് ഒരു പുതിയ ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു ആ സാഹചര്യത്തിൽ നമ്മളെ ബിൽഡിങ്ങിലെ ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർപിന്നിങ് ഉപയോഗിക്കാറുണ്ട്. കാരണം ഡീപ്പ് ഫൗണ്ടേഷൻ അടുത്ത് നിർമ്മിക്കുമ്പോൾ ഒരു കുറേ ആഴത്തിലൊക്കെ കുഴി ഒഴിക്കും അല്ലേ. അപ്പം അത്രയും ആഴത്തിൽ കുഴിക്കുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ കാരണം, മൂവ്മെൻറ്റും കാരണം ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ ബലക്ഷയം ഉണ്ടാവാം തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന്. അത് ഒഴിവാക്കാൻ വേണ്ടി അണ്ടർപിന്നിങ് ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പം ഒരു ഫൗണ്ടേഷനിൽ, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ഫൗണ്ടേഷനിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അണ്ടർപിന്നിങ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് ബേസ്മെൻറ്റ് കൊടുക്കേണ്ട സാഹചര്യത്തിലും. ഓക്കെ, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇതൊക്കെ ഓർത്ത് വെച്ചോളാം. എന്താണ് അണ്ടർപിന്നിങ് എന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇത് നോക്കൂ, ഇതും അണ്ടർപിന്നിങ് ആണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് നമ്മൾ അണ്ടർപിന്നിങ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്? ഷോറിങ് ആൻഡ് സ്ട്രട്ടിങ്. നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു അണ്ടർപിന്നിങ്ങിന് സ്ട്രട്ടിങ്ങും ഷോറിങ്ങും എന്തായാലും കൊടുത്തിരിക്കണം. ഈ അണ്ടർപിന്നിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഷോറിങ്ങും സ്ട്രട്ടിങ്ങും ചെയ്തിരിക്കണം. പിന്നെ അണ്ടർപിന്നിങ് ചെയ്യണതിന് മുന്നേ ആ സ്ട്രക്ചറിനെ നമ്മളൊന്ന് വിലയിരുത്തണം. ഓക്കെ, അവിടുത്തെ മേസണറി വർക്ക്, ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. പിന്നെ റിപ്പയർ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അതായത് ക്രാക്ക്, വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൗട്ട് ഉപയോഗിച്ച് അടയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാളുകൾക്കിടയിൽ ടൈ റോഡുകളൊക്കെ ഇൻസേർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട റിപ്പയർ വർക്കിന്. പിന്നെ ചെക്ക് അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മളിപ്പം അണ്ടർപിന്നിങ് ചെയ്ത് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ എത്ര മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ചെക്കിങ് അറേഞ്ച്മെൻറ്റ്. പിന്നെ അണ്ടർപിന്നിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അണ്ടർപിന്നിങ് എങ്ങനെ ചെയ്യാം? 3 മെത്തേഡാണുള്ളത്. പിറ്റ് മെത്തേഡ്, പൈൽ മെത്തേഡ്, മിസലേനിയസ് മെത്തേഡ്. പിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴി അല്ലേ. ഒരു കുഴി കുഴിക്കും. അതിൻ്റെ വിഡ്ത്ത് 1:20 മീറ്റർ ടു 1:50 മീറ്റർ, ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു കുഴി കുഴിക്കും. എന്നിട്ട് അതിനുള്ളിൽ ഹോള് ഉണ്ടാക്കും. എക്സിസ്റ്റിംഗ് വാളിൽ ഒരു ഹോൾ ഉണ്ടാക്കും.
നീഡിലും വിത്ത് ബിയറിംഗ് പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക്, ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അത് ജാക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ പിറ്റ് എക്സ്കവേറ്റ് ചെയ്യും. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് റിക്വേർഡ് ലെവലിലേക്ക് ടേക്ക് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഒന്നുമില്ല, നോക്കൂ, ഇതാണ് ഒരു പിറ്റ് ഉണ്ടാക്കും. പിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണൊക്കെ എക്സ്കവേറ്റ് ചെയ്ത് ഒഴിവാക്കും. അതിൻ്റെ വീതി 1:20 to 1:50 മീറ്ററാണ്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ നീഡിൽ ഒരു ബിയറിംഗ് പ്ലേറ്റ് വെച്ചിട്ട് നീഡിൽ കൊടുക്കും. അത് ജാക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ജാക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പിറ്റ് എക്സ്കവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരുത്താൻ കഴിയും. അതിൻ്റെ ഫിഗറാണ് കേട്ടോ അത്. ഇതിൻ്റെ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി പൈൽ മെത്തേഡ്. പൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു ഡീപ്പ് ഫൗണ്ടേഷനാണ്. പൈൽ ഇറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അണ്ടർപിന്നിങ് ചെയ്യുന്ന മെത്തേഡാണ് പൈൽ മെത്തേഡ്. അതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ പൈലുകൾ, ഒന്നിലധികം പൈലുകൾ ഉണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പൈൽ ക്യാപ്പും ഉണ്ടായിരിക്കും. ഇനി മിസലേനിയസ് മെത്തേഡാണ്. സിമെൻറ്റ് ഗ്രൗട്ടിംഗ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ കൺസോളിഡേഷൻ, ഫ്രീസിങ്, വൈബ്രോ ഫ്ലോട്ടേഷൻ. ഇതൊക്കെയാണ് മിസലേനിയസ് മെത്തേഡ്. സിമെൻറ്റ് ഗ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗട്ട്, ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഹോളിലേക്ക് സിമെൻറ്റ് ഗ്രൗട്ട് നമ്മൾ ഹൈ പ്രഷറിൽ ഫോഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പ്രഷർ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, ഇങ്ങനെ സിമെൻറ്റ് ഗ്രൗട്ട് സെറ്റ് ആവുന്നത് വരെ. അങ്ങനെ ചെയ്യുന്ന അണ്ടർപിന്നിങ് മെത്തേഡാണ് സിമെൻറ്റ് ഗ്രൗട്ടിംഗ് എന്നത്. ഇനി കെമിക്കൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് സോയിലിനെ കൺസോളിഡേറ്റ് ചെയ്യും, എന്നിട്ട് അണ്ടർപിന്നിങ് ചെയ്യാണ് കെമിക്കൽ കൺസോളിഡേഷനിൽ ചെയ്യുന്നത്. ഇനി ഫ്രീസിങ് എന്താണ്? ഒരു ഫ്രീസിങ് പൈപ്പ് നമ്മൾ മണ്ണിലോട്ട് ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ആ സോയിലിനെ നമ്മൾ ഫ്രോസൺ ചെയ്യും. ഓക്കെ, അങ്ങനെ അണ്ടർപിന്നിങ് ചെയ്യുന്നതാണ് ഫ്രീസിങ് മെത്തേഡ് എന്നത്. ഇനി വൈബ്രോ ഫ്ലോട്ടേഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ സാൻഡിനെ വൈബ്രേറ്റ് ചെയ്തിട്ടാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വൈബ്രേറ്റിംഗ് സാൻഡ് ഉപയോഗിക്കുന്നത് വഴി ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ ഡെൻസിറ്റി കൂടുമ്പം സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂടും. ഇത് സാധാരണ ഗ്രാനുലാർ സോയിലിനും സാൻഡി സോയിലിനുമാണ് വളരെ അനുകൂലമായത് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക വൈബ്രോ ഫ്ലോട്ടേഷനിൽ. അപ്പം മിസലേനിയസ് മെത്തേഡിൽ നമ്മൾ വൈബ്രോ ഫ്ലോട്ടേഷൻ കഴിഞ്ഞു, ഫ്രീസിങ് പറഞ്ഞു, കെമിക്കൽ കോമ്പണൻസ് ഒക്കെ വെച്ചിട്ട് കെമിക്കൽ കൺസോളിഡേഷൻ ചെയ്തു, സിമെൻറ്റ് ഗ്രൗട്ടിങ്ങും ചെയ്തു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അണ്ടർപിന്നിങ് കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.